നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കുറഞ്ഞ കാലമാണെങ്കിലും അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനാകട്ടെ എന്നും ആശംസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. ആ നിലയിൽ ഒരു ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലാ സമയത്തും ഞങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുള്ളതും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും തന്നെ ഞങ്ങൾ പിടികൊടുത്തിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസന കാര്യങ്ങളാണെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട്. പരാജയം സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. ഇതാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഫലം പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് അംഗീകരിച്ചാൽ ഈ ഗവൺമെന്റിന്റെ ഭരണ പരിഷ്കരണങ്ങൾ നടപടികൾ ഇതെല്ലാം തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായി വലിയ മാറ്റങ്ങൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ജനങ്ങൾ നിരാകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ട്. LDF ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഭാഗമായി വന്നതാണ് പവർ കട്ട് ഇല്ലാതായി എന്നത് ഒരു കാര്യം. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കട്ടിലേക്ക് തിരിച്ചു പോകണം എന്നാണോ? അത് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. 1600 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഈ LDF ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ്. അപ്പോൾ ജനങ്ങൾക്ക് അതിനെ നിരാകരിക്കാനാകുമോ? അതായത് ഈ പെൻഷൻ നിർത്തിവെക്കണം എന്നാണോ ഈ ജനവിധി എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമല്ലേ? ലൈഫിൽ 5 ലക്ഷത്തോളം വീടുകൾ നമ്മൾ കൊടുത്തു. ജനങ്ങൾ അതിനെ തള്ളി പറയുമോ? ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണോ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പരിശോധിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയാൻ ആർക്കും ആവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പ്രാഥമിക ഘട്ടത്തിൽ സർക്കാരിന്റെ അത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിധിയെഴുത്താണ് ഇതെന്ന് തോന്നില്ല എന്നും M സ്വരാജ് പറയുകയുണ്ടായി. ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അതിന്റെ ഒരു പ്രാഥമിക കാര്യം മാത്രമാണ് നോക്കുന്നത്. സൂക്ഷ്മമായ വിശകലനം ചെയ്യുകയും ചെയ്യും. അതിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വല്ല വ്യാമോഹവും വന്നിട്ടുണ്ടോ, അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ശരിയായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കറകളഞ്ഞ മതനിരപേക്ഷ നിലപാടാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം. കേരളത്തിന്റെ സമഗ്രമായ വികസനവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പിശകുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നില്ല. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായി തന്നെ വിലയിരുത്തപ്പെടണമെന്ന് ഇല്ലല്ലോ. നമുക്ക് സാവകാശം അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ശരിയായ പരിശോധനയ്ക്ക് നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തിളക്കമാർന്ന വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിജയം UDFനും നിലമ്പൂരിലെ ജനങ്ങൾക്കും വലിയ ആവേശമാണ് സമ്മാനിച്ചിരിക്കുന്നത്. 11,077 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതുപോലെ തന്നെ വോട്ടർമാർക്കും മുന്നണി അണികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വികാരഭരിതനായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ ഹൃദയം നിറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. വിജയത്തിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്ത് ഫേസ്ബുക്കിലൂടെ മാധ്യമങ്ങളിലൂടെയും തന്റെ സന്തോഷവും നന്ദിയും പങ്കുവയ്ക്കുകയുണ്ടായി. നമുക്കിടയിൽ നേതാക്കളോ പ്രവർത്തകരോ ഒന്നും തന്നെയില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാവരും ഒരേ മനസ്സോടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ്, അദ്ദേഹം പറഞ്ഞു.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഓരോരുത്തരും തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വെയിലത്തും മഴയത്തും UDFന്റെ വിജയത്തിനായി കഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്റെ വിജയമെന്നത് കേവലം വ്യക്തിപരമായ ഒരു സന്തോഷമല്ല, എന്റെയും നിങ്ങളുടെയും ഒരു നാടിന്റെയും സന്തോഷമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും വിശ്രമമില്ലാത്ത രാപ്പകലുകളുടെ വിയർപ്പ് ഗന്ധമുണ്ട് അതിന്. ഷൗക്കത്ത് കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെയാണ്. UDFന്റെ മുതിർന്ന നേതാക്കൾ മുതൽ സാധാരണ പ്രവർത്തകർ വരെ പോസ്റ്ററുകൾ ഒട്ടിച്ചും അതുപോലെ തന്നെ വീടുകൾ കയറിയിറങ്ങിയും സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം ഈ സമയത്ത്.